പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പി. പ്രവേശ വാർത്തകൾക്കിടെ തൃശൂരിൽ കോൺഗ്രസ് നേതാക്കൾ യോഗം ചേരുന്നു. ടി.എൻ. പ്രതാപൻ എം.പിയുടെ നേതൃത്വത്തിൽ രാമനിലയത്തിലാണ് യോഗം. ഡി.സി.സി. പ്രസിഡന്റ് ജോസ് വെല്ലൂർ, എ.ഐ.സി.സി. അംഗം അനിൽ അക്കര തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. തൃശൂരിൽ നിന്ന് ആസിഫ് മുഹമ്മദ് നൽകും വിവരങ്ങൾ. ആസിഫ്, നേരത്തെ ധനസുമോദൊക്കെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ഇന്നൊരു പക്ഷേ ബി.ജെ.പിയിലേക്ക് പോയേക്കാമെന്ന്, ഇന്ന് അംഗത്വം എടുത്തേക്കാമെന്ന് പത്മജ. ആ ഒരു അംഗത്വം കൂടി എടുക്കുന്നതോടെ തൃശൂരിൽ അത് കോൺഗ്രസിന് വലിയ പ്രതിസന്ധി തന്നെയാകും ഉണ്ടാക്കുക. ഒരുപക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വരെ ചാലക്കുടിയിലടക്കം പത്മജ എത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് ചർച്ചയാവുക ഈ ഒരു യോഗത്തിൽ? തീർച്ചയായും തൃശ്ശൂരിലെ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കാരണം ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത വന്നതിനെ തുടർന്ന് സ്വാഭാവികമായും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്കെതിരെ അടക്കം ശക്തമായ മത്സരരംഗത്തുണ്ടായിരുന്ന ആളുകൂടിയാണ് പത്മജ വേണുഗോപാൽ. അപ്പോൾ ഈ ഒരു പത്മജയുടെ ബി.ജെ.പി. പ്രവേശനം കോൺഗ്രസിന് അത് വലിയ രീതിയിൽ തിരിച്ചടിയാകുമെന്നൊരു വിലയിരുത്തലുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇത്തരത്തിൽ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് പോയാൽ അത് ബി.ജെ.പിക്ക് കൂടുതൽ ഗുണം ചെയ്യും. ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്കടക്കം അത് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമെന്നുള്ള ആശങ്ക കോൺഗ്രസിനുണ്ട്. അപ്പോൾ ഈ ഒരു വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ഈ കോൺഗ്രസ് നേതാക്കൾ പരസ്പരം ഇതുമായി ബന്ധപ്പെട്ടുള്ള സംസാരങ്ങൾ ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇപ്പോൾ ടി.എൻ. പ്രതാപൻ എം.പി. രാമനിലയത്തിലുണ്ട്. ഇത് 10 മണിക്ക് ഡി.സി.സി. യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലും ഈ ഒരു വിഷയം വിശദമായി ചർച്ച ചെയ്യും. അതിന് മുന്നോടിയായാണ് ഈ നേതാക്കൾ ഒന്നിച്ചിരിക്കുകയും ഈ ഒരു വിഷയത്തിൽ സംസാരങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത്. ഏത് തരത്തിലുള്ള ഒരു പ്രതിരോധം സ്വീകരിക്കണം, അത് ഏത് തരത്തിലാണ് ഇനി അത് വിശദീകരിക്കപ്പെടേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു ആശങ്കയുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും സംസാരങ്ങളും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ചോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഇത്തരത്തിൽ ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നൊരു വിലയിരുത്തലുണ്ട്. ഈ കഴിഞ്ഞ ഈ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്ന സമയത്തെല്ലാം പത്മജ വേണുഗോപാൽ സജീവമായി തന്നെ ഡി.സി.സി. ഓഫീസിലും മറ്റും എത്തുകയും അവിടെ പല ചർച്ചകളുടെ ഭാഗമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അതിന് അന്ന് ഈ കോൺഗ്രസ് നേതാക്കൾ, അതായത് സമരാഗ്നി യാത്രയുമായി ബന്ധപ്പെട്ട് യാത്ര നടത്തിയ സമയത്തടക്കം വേദിയിലടക്കം ഈ പത്മജ വേണുഗോപാൽ ഉണ്ടായിരുന്നു. വാർത്താ സമ്മേളനത്തിലടക്കം വേദിയിലടക്കം ഡി.സി.സി. എന്ന വാർത്താ സമ്മേളനത്തിലടക്കം പത്മജ വേണുഗോപാൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ പ്രാദേശികമായ ചില വിഷയങ്ങളടക്കം പത്മജ വേണുഗോപാലിൻ്റെ ഈ ഒരു ബി.ജെ.പിയിലേക്കുള്ള മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റത്തിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണമായ വസ്തുതകൾ നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. എങ്കിൽ പോലും അത്തരത്തിൽ പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ പ്രാദേശികമായ വിഷയങ്ങളടക്കം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിൻ്റെ പ്രാദേശികമായ ചില നേതാക്കളെ ചില ചുമതലകൾ ഏർപ്പെടുത്തിയത് മുതൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽക്കാൻ ഇടയാക്കിയ ആളുകളെ അടക്കം ചുമതലകൾ നൽകിയതടക്കമുള്ള കാര്യങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇടം പിടിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് തൃശ്ശൂരിലായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. അതോടൊപ്പം ചാലക്കുടിയിൽ അവർ മത്സരിക്കാനുള്ള സാധ്യതകളടക്കം ഈ ഒരു പുറത്തു വരുന്ന പല തരത്തിലുള്ള വാർത്തകളിലും നിലനിൽക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നേതാക്കൾ സംബന്ധിച്ച് പരസ്പരം ചില കൂടിയാലോചനകളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഡി.സി.സി. യോഗത്തിലടക്കം ഇത് സംബന്ധിച്ച് വിശദമായ ഒരു ചർച്ച ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പി. പ്രവേശനവും ഏറ്റവും കൂടുതൽ തിരിച്ചടിയാവുക ഒരുപക്ഷേ തൃശൂരിൽ തന്നെയായിരിക്കും. ആ സാഹചര്യം മുന്നിൽ കണ്ടാണ് ടി.എൻ. പ്രതാപൻ എം.പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തൃശൂർ രാമനിലയത്തിൽ യോഗം ചേരുന്നത്. ആസിഫാണ് വിവരങ്ങൾ പങ്കുവച്ചത്.